എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ പതിവ് പോലെ വിവാദ വിഷയമായി മാറുകയാണ്. കോടതിയിൽ പോകുമെന്ന് NSS കണ്ണുരുട്ടിയ ഉടൻ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണ് എന്ന് മന്ത്രിസഭ തന്നെ തത്വത്തിൽ അംഗീകരിച്ച റിപ്പോർട്ടിനെ അതേ മന്ത്രിസഭയിൽ അംഗമായ V. ശിവൻകുട്ടി തള്ളിപ്പറയുകയും ചെയ്തു. ഇത് പറയുമ്പോൾ തൻ്റെ മുൻഗാമിയായ ജോസഫ് മുണ്ടശ്ശേരി 67 വർഷം മുമ്പ് അവതരിപ്പിച്ച കേരള വിദ്യാഭ്യാസ ബിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഓർമ്മയിലുണ്ടായിരിക്കാനിടയില്ല. ശിവൻകുട്ടിയെയും ഇടതു സർക്കാരിനെയും വേട്ടയാടുന്ന ഒരു ഓർമ്മ കുപ്രസിദ്ധമായ വിമോചന സമരത്തിൻ്റെതായിരിക്കും. സാമൂഹിക നീതിയുടെയും എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ ആത്മാഭിമാനത്തിൻ്റെയും പക്ഷത്തു നിന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി 1957 ജൂൺ 30 നിയമസഭയിൽ കേരള വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത്. അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകുക, PSC തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയതായിരുന്നു അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ബിൽ. ബില്ലിലെ 11-ാം വകുപ്പനുസരിച്ച് ഓരോ വർഷവും സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും പുതുതായി ഉണ്ടാകുന്ന അധ്യാപക ഒഴിവ് നികത്തുന്നതിനാവശ്യമായ പട്ടിക സംവരണ തത്വങ്ങൾ പാലിച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് മാത്രമേ നിയമനം പാടുള്ളൂ. ഈ പട്ടികയിൽ നിന്ന് മാനേജർമാർക്കും തെരഞ്ഞെടുപ്പ് നടത്താം. മാനേജർമാർക്ക് ഇഷ്ടമുള്ള ആരും പട്ടികയിലില്ലെങ്കിൽ PSC മറ്റൊരു ലിസ്റ്റ് അയക്കും. അതും മാനേജർക്ക് സ്വീകാര്യമല്ലെങ്കിൽ മൂന്നാമതൊരു ലിസ്റ്റ്. ഇതിൽ നിന്ന് അധ്യാപകരെ നിയമിക്കേണ്ടി വരും. ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുണ്ടശ്ശേരി പറഞ്ഞു, ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് ശമ്പളം കൊടുക്കുകയെന്ന സമ്പ്രദായം പരക്കെ അംഗീകരിക്കപ്പെടുന്നതോടുകൂടി അധ്യാപകരും മാനേജർമാരും തമ്മിലുള്ള യജമാന ഭൃത്യ ബന്ധത്തിന് ഒരു പരിവർത്തനം വരുത്തണമെന്നുള്ള സംഗതി ഈ സഭയുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങി അധ്യാപകർക്ക് ശമ്പളം കൊടുത്തു പോന്നിട്ടുള്ള മാനേജർമാർ അധ്യാപകരെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഗവൺമെൻറ് നേരിട്ട് ശമ്പളം കൊടുക്കുന്നു എന്ന സ്ഥിതി വന്നാൽ മാനേജർമാരും അധ്യാപകരും തമ്മിലുള്ള ബന്ധം പഴയ പോലെ യജമാന ഭൃത്യ ബന്ധം ആയിരിക്കുകയില്ല. അത്തരമൊരു ബന്ധം അവസാനിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ തുല്യ സേവന പ്രവണതയോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റും മാനേജർമാരും അധ്യാപകരും ഏകോപിച്ചും സഹകരിച്ചും ഒരു പ്രവർത്തനം ഭാവിയിൽ ഈ രാജ്യത്തുണ്ടാകണം. മുണ്ടശ്ശേരിയുടെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെയും ആ പ്രതീക്ഷയ്ക്കെതിരെ ഒന്നിച്ചത് കത്തോലിക്ക സഭയും NSSഉം മുസ്ലിം ലീഗും അന്നത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ആയിരുന്നു. സ്കൂളുകൾ പിടിച്ചെടുത്ത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പ്രചരിപ്പിക്കാനാണ് നീക്കമെന്ന സാമുദായിക മതവർഗീയ ക്യാമ്പയിൻ ഫലം കണ്ടു. EMS സർക്കാർ പിരിച്ചുവിടപ്പെട്ടു. പിന്നീട് വന്ന PSP കോൺഗ്രസ് സർക്കാർ PSC നിയമനത്തിനുള്ള 11-ാം വകുപ്പ് സസ്പെൻഡ് ചെയ്തു. വീണ്ടും അതേ നിർദ്ദേശത്തെ മറ്റൊരു ഇടതുപക്ഷ സർക്കാർ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭവിച്ച ഒരു ട്രാജിക് ഐറണിയായി മാറിയിരിക്കുന്നു. സഭയ്ക്കോ സാമുദായിക സംഘടനകൾക്കോ വിമോചന സമരകാലത്തേതുപോലെ ക്രിസ്റ്റഫേഴ്സ് എന്ന കുറുവടി സേനയുടെ ആവശ്യം ഇന്നില്ല. കണ്ണുരുട്ടൽ കൊണ്ട് കാര്യം നടക്കും. കാരണം സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തിൽ ഒത്തുതീർപ്പ് നടത്തുന്ന ഇടതുപക്ഷമാണ് ഭരണത്തിലെന്നത് തന്നെ. അതുകൊണ്ടാണ് മുണ്ടശ്ശേരിയുടെ കസാരയിലിരിക്കുന്ന ശിവൻകുട്ടിക്ക് അപ്രായോഗികം എന്ന വാൾ വീശേണ്ടി വന്നത്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വിടണം എന്ന വിഷയം വിവാദമാക്കേണ്ടത് ഇന്നും പ്രബലമായി നിൽക്കുന്ന വിമോചന സമര താൽപ്പര്യങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. എന്താണ് യാഥാർത്ഥ്യം? എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലകളിലെ പട്ടികജാതി വർഗ പ്രാതിനിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട TV രാജേഷ് MLA അധ്യക്ഷനായിരുന്ന യുവജനക്ഷേമ സമിതി 2019 നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിലെ കണക്ക് നോക്കാം. ആകെയുള്ള എയ്ഡഡ് സ്കൂളുകളിലായി 97,524 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. അവരിൽ പട്ടികജാതിക്കാർ 378, പട്ടികവർഗക്കാർ 78. രണ്ട് വിഭാഗങ്ങൾക്കും 0.5% പോലുമില്ല പ്രാതിനിധ്യം. 2023 നവംബറിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന രേഖയനുസരിച്ച് കേരളത്തിൽ 90,307 എയ്ഡഡ് സ്കൂൾ അധ്യാപകരാണ് ഉള്ളത്. ഇതിൽ 808 പട്ടികജാതിക്കാർ മാത്രമാണ് ഉള്ളത്. ST അധ്യാപകരുടെ എണ്ണം 76, 0.08%. 1% തികച്ചില്ല പ്രാതിനിധ്യം. ചുരുക്കം ചിലയിടങ്ങളിലൊഴിച്ച് ഭൂരിഭാഗം മാനേജ്മെൻറ്റ് സ്കൂളുകളിലും പണമാണ് അധ്യാപക നിയമനത്തിൻ്റെ പ്രധാന മാനദണ്ഡം എന്നത് പരസ്യമാണ്. വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിലുള്ള മൂല്യനിർണ്ണയമോ അഭിരുചിയുടെ കാര്യത്തിലുള്ള പരിശോധനകളോ ഒന്നും
മാനവ വിഭവശേഷിയുടെ വികാസത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈയൊരു തൊഴിലിൻ്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നതേയില്ല. പകരം സാമുദായിക ശക്തികൾ സാമ്പത്തിക വരേണ്യതയുടേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അത് അവരുടെ സവിശേഷ അധികാരമായി ഭരണകൂടം അംഗീകരിച്ചു കൊടുക്കുന്നു. ഈയൊരു അധികാര മൂലധനം ഉപയോഗിച്ചാണ് ഇതേ സാമുദായിക മാനേജ്മെൻറ്റുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെപ്പോലും നീതി നിഷേധത്തിൻ്റെ കോട്ടകളാക്കി നിലനിർത്തുന്നത്. സംസ്ഥാന ബജറ്റിൻ്റെ 30% ശമ്പളത്തിനും പെൻഷനും ചെലവാക്കുന്ന ഒരു മേഖലയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണ തത്വങ്ങളുടെ കടുത്ത ലംഘനത്തിനെതിരെയെങ്കിലും നടപടിയെടുക്കാൻ ആരുടെയെങ്കിലും അനുമതി വേണ്ട. അതിന് സമവായമോ ചർച്ചയോ പോലും ആവശ്യമില്ല. എന്നിട്ടും ജാതിക്കോട്ടകളായി നമ്മുടെ എയ്ഡഡ് സ്കൂൾ മേഖല സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ചരക്കുകളാക്കി ഭാവി തലമുറയെ മാറ്റാനുള്ള വലിയ സമ്മർദ്ദം ദേശീയ വിദ്യാഭ്യാസ നയങ്ങളിലുണ്ട്. അക്കാദമിക മികവിനുള്ള ഒറ്റമൂലി മെരിറ്റോക്രസിയാണെന്ന വാദം വരെ അത് ഉയർത്തുന്നു. ഈ വാദം ഏറ്റവും ആദ്യം പുറന്തള്ളുന്നത് പാർശ്വവൽകൃത മനുഷ്യരുടെ പ്രാതിനിധ്യങ്ങളെയാണ്. ഒരു വൈജ്ഞാനിക സമൂഹമായും ജ്ഞാനസമ്പദ് വ്യവസ്ഥയുമായി പുനഃസൃഷ്ടിക്കപ്പെടാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയ അതേ കേരളത്തിലും ഈയൊരു പുറന്തള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഡാറ്റയുടെയും പിൻബലമില്ലാതെ കേരളത്തിലടക്കം നടപ്പാക്കിയ 10% സവർണ സംവരണം എങ്ങനെയാണ് സിവിൽ സർവീസ് വരെയുള്ള മേഖലകളിലെ പിന്നാക്ക പ്രാതിനിധ്യത്തെ അട്ടിമറിക്കുന്നത് എന്നതിൻ്റെ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. പട്ടിക വിഭാഗത്തിലെ മേൽത്തട്ടുകാരെ തരംതിരിച്ച് സംവരണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അഭിപ്രായം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് ആരെയും ഞെട്ടിച്ചില്ല. 2 വർഷമായി ഗ്രാന്റ് നിഷേധിക്കപ്പെടുന്നതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ പഠിപ്പു തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. അവർ ജാതീയമായ അധിക്ഷേപത്തിന് ഇരയാകുന്നു. ഇത് ആ വിദ്യാർത്ഥികളുടെ മാത്രം ദുരിതമായി അവശേഷിക്കുകയും ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ എഴുത്തു പരീക്ഷയ്ക്ക് 30% മിനിമം മാർക്ക് വരുമ്പോൾ പുറത്താക്കപ്പെടാൻ പോകുന്നത് പട്ടികജാതി പട്ടികവർഗ OBC വിദ്യാർത്ഥികളാണ്. SSLC പരീക്ഷാഫലം തന്നെ ഇതിന് തെളിവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം എക്സ്ക്ലൂഷൻ നയങ്ങളുടെ നടത്തിപ്പ് സർക്കാർ മേൽനോട്ടത്തിലായി എന്നതാണ് 1957 നിന്ന് 2024 എത്തുമ്പോഴുണ്ടായിരുന്ന പ്രധാന അട്ടിമറി. അതിനെ ചെറുക്കാൻ സാമൂഹിക നീതിയുടെയും പ്രാതിനിധ്യാവകാശത്തിൻ്റെയും പക്ഷത്തുനിന്ന് ചർച്ചകൾ ഉയർന്നു വരണം. അത്തരം ചർച്ചകൾ കേരളം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നടത്തി വരുന്നതുമാണ്. 1943 നവംബർ 24 തിരുവിതാംകൂർ സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ പുനഃസംഘടനാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ സർക്കാർ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലുമുള്ള അധ്യാപകർക്ക് ശമ്പള ഏകീകരണം നടപ്പിലാക്കണം എന്നതായിരുന്നു. 10 വർഷത്തിനുള്ളിൽ പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ഈ റിപ്പോർട്ട് നിർദ്ദേശിച്ചു. സ്വകാര്യ സ്കൂളുകളുടെ ദേശസാൽക്കരണത്തിന് ശ്രീമൂലം പ്രജാസഭയിൽ ബിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്നും ഇന്നത്തേതുപോലുള്ള എതിർവാദങ്ങൾ ഉയർന്നിരുന്നു. എന്നിട്ടും 57 കേരള വിദ്യാഭ്യാസ ബില്ലിനെ പൂർണ്ണമായി അവഗണിക്കാൻ പിന്നീട് വന്ന സർക്കാരുകൾക്ക് കഴിയാതെ പോയത് ഇത്തരമൊരു സാമൂഹിക സമ്മർദ്ദമുണ്ടായിരുന്നതുകൊണ്ടാണ്. എയ്ഡഡ് സ്കൂൾ നിയമനം PSCക്ക് വിടണമെന്ന വിഷയം ചർച്ചയായാൽ ഉയർന്നു വരാവുന്ന പ്രധാന എതിർവാദം മാനേജ്മെൻറ്റുകളുടെ വരുമാന നഷ്ടവും തൽഫലമായുണ്ടാകുന്ന നടത്തിപ്പ് പ്രതിസന്ധിയുമായിരിക്കും. എയ്ഡഡ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ ഒരുക്കേണ്ടത് മാനേജർമാരാണ്. വർഷത്തിലൊരിക്കലാണ് സർക്കാർ ഗ്രാന്റ് ലഭിക്കുന്നത്. അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് ഈടാക്കുന്ന കോഴയാണ് സ്കൂൾ നടത്തിപ്പിനുള്ള ഒറ്റമൂലി എന്നാണ് മാനേജർമാരുടെ വാദം. ഒരു മാനദണ്ഡവുമില്ലാതെ തീർത്തും അനധികൃതമായി നടത്തുന്ന ഒരു സാമ്പത്തിക കൊള്ളയെ വ്യവസ്ഥാപിതമാക്കുന്ന ഒരു വാദമാണിത്. നിയമനം പണം വാങ്ങാതെ നടത്തുന്ന ചുരുക്കം മാനേജ്മെൻറ്റ് മാതൃകകളെങ്കിലുമുണ്ട് കേരളത്തിൽ എന്നും ഓർക്കുക. ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം സ്കൂൾ കെട്ടിടവും ഭൂമിയും വിട്ടുനൽകാൻ തയ്യാറാണെന്ന് 2 വർഷം മുമ്പ് ഈ വിഷയം ചർച്ചയായ സമയത്ത് സ്കൂൾ മാനേജർമാരുടെ സംഘടന സർക്കാരിനെ അറിയിച്ചിരുന്നു. സ്കൂൾ കെട്ടിടങ്ങൾക്ക് വാടക നൽകിയോ പുതിയ കെട്ടിടം പണിയാൻ ഗ്രാന്റ് നൽകിയോ സർക്കാരിന് ഇടപെടൽ നടത്താൻ കഴിയും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സർക്കാർ ഫണ്ടിൻ്റെ ബലത്തിലല്ല പടർന്നു പന്തലിച്ചത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യരുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രദേശങ്ങളുടെയും മൂലധനമാണ് അത്തരം സ്കൂളുകളെ നിലനിർത്തിയത്. ഇവിടേക്ക് ജാതി മത ലിംഗ ഭേദമന്യേ കുട്ടികളെത്തിയിരുന്നു. അവിടെ അവരെ തുല്യരായി പരിഗണിക്കുന്ന അധ്യാപകരുമുണ്ടായിരുന്നു. ഈയൊരു ചരിത്രാനുഭവത്തിൽ നിന്ന് വേണം എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളെ നിയമപരമാക്കുന്നതിൻ്റെ സാധ്യതകൾ ആലോചിക്കാൻ. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലെ നിയമനം PSCക്ക് വിടാൻ തയ്യാറാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂറും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
എന്നാൽ ഇവരെക്കാൾ പ്രബലരായ NSSഉം ക്രിസ്ത്യൻ സഭകളും ഇതിന് തയ്യാറുമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥയാണ് മിക്ക ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകളുടെയും പിടിവള്ളി. 1957 ഇതേ വാദമാണ് ഈ ശക്തികൾ ഉയർത്തിയത്. എന്നാൽ 57 കേരള വിദ്യാഭ്യാസ ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ അംഗീകരിച്ച് സുപ്രീം കോടതി പറഞ്ഞത് ഇപ്രകാരമാണ്: സ്കൂളുകൾക്ക് സർക്കാർ ധനസഹായം നൽകിയിട്ടുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഗവൺമെൻറ്റിന് നിയമപരമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ ബില്ലിലെ 11, 12 വകുപ്പുകൾ ഭരണഘടനയ്ക്കെതിരല്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണം നടത്താനുള്ള അവകാശം ദുർഭരണം നടത്താനുള്ള അവകാശമല്ലെന്നുകൂടി സംശയരഹിതമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. സർക്കാർ സഹായം പറ്റുന്ന സ്ഥാപനങ്ങളിലെ നിയമനക്കാര്യത്തിൽ സർക്കാരിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവുകൾ സമീപകാലങ്ങളിലും സുപ്രീം കോടതിയിൽ നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ എയ്ഡഡ് മദ്രസകളിൽ നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ സഹായം നൽകുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം സമ്പൂർണ്ണമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. എയ്ഡഡ് സ്കൂൾ നിയമനത്തിൽ സാമൂഹിക നീതിയും നിയന്ത്രണവും ആവശ്യമാണ് എന്ന് 2021 ജൂൺ 28 വിധിയിലും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനാധികാരം നിരുപാധികമല്ല എന്നാണ് ഈ കോടതി വിധികൾ കാണിക്കുന്നത്. നിയമനങ്ങളിലെ കടുത്ത വിവേചനം അവകാശ ദുർവിനിയോഗം കൂടിയായി മാറുന്ന സാഹചര്യത്തിൽ സർക്കാരിന് നിയമപ്രകാരം തന്നെ ഇടപെടാൻ കഴിയേണ്ടതാണ്. വിവേചനരഹിതമായി നടപ്പാക്കാൻ കഴിയുന്ന PSC നിയമനത്തെ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ മറവിൽ നിയമപരമായി എതിർക്കാനാകില്ല. മാനേജ്മെൻറ്റുകളുമായി കൂടിയാലോചിച്ച് കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ വരുത്തുന്ന ഭേദഗതിയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നമാണിത്. ഈയൊരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ പ്രഷർ ചെലുത്താൻ സർക്കാരിന് കഴിഞ്ഞാൽ അത് ചലനമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ന്യൂനപക്ഷത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വെറും സമ്മർദ്ദ ശക്തിയായി വകവെച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിന് ഈയൊരു ഇടപെടൽ അസാധ്യമായിരിക്കും. പേരിൽ മാത്രം ന്യൂനപക്ഷമുള്ള യഥാർത്ഥ ന്യൂനപക്ഷത്തെ ഒരു തരത്തിലും പ്രതിനിധീകരിക്കാത്ത മൂലധനാധികാര ശക്തികളോടല്ല, അവർക്ക് കീഴിലെ അദൃശ്യരാക്കപ്പെട്ട മനുഷ്യരോടാണ് ഇടതുപക്ഷം സംസാരിക്കേണ്ടത്. കേരളം കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ വർത്തമാനം കൂടിയായിരിക്കും അത്.